So hi guys, this is Fiza. So after all കുറേ കാലത്തിന് ശേഷം ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു, ലൈക്ക് ലോങ് വീഡിയോ. സോ ദിസ് ഈസ് വാട്ട്. ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ഇന്ന് തേഴ്സ്ഡേ, നാളെ മുഹറം ലീവാണ്, 1 ഡേ, ആൻഡ് സാറ്റർഡേ ലീവാണ്. സോ വി തോട്ട് ഇന്ന് പോയിട്ട് മൺഡേ ആയിരുന്നു. സോ പെട്ടെന്ന് എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് അതെങ്ങനെ ഞാൻ പോസ്റ്റ് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല, ബട്ട് എടുക്കുന്നു. സോ പെട്ടെന്നൊരു മോട്ടിവേഷൻ വന്നു, സോ നമ്മൾ എടുക്കുന്നു. സോ നമ്മൾ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻ. ലീവ് 2 ദിവസം മുന്നേ കൈ കിട്ടിയിട്ടുണ്ടെങ്കിലും പോണോ പോണ്ടേ എന്നുള്ള സ്റ്റാൻഡിൽ നിന്നിട്ട് ഇപ്പോൾ ഒറ്റ മൈൻഡിൽ അങ്ങോട്ട് ഇറങ്ങാം. അതുകൊണ്ട് തന്നെ കൈ കിട്ടിയ കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്തിട്ടാണ് പോണേ. അതിന് മാത്രം കൊണ്ടുപോകാൻ ടൈമും ഇല്ല, കാരണം 2 ദിവസത്തിനല്ലേ പോകുന്നത്. അപ്പിൻ്റെ കയ്യിൽ എന്താണോ കിട്ടിയത് അതൊക്കെ കൂടി ഞാൻ എടുത്ത ബാഗേജ് ചുട്ടിക്കുട്ടി. അത് വേണോ വേണ്ടേ തന്നെ കുറേ വട്ടം ചിന്തിച്ചാൽ അങ്ങനെ കുറേ സമയം പോയിക്കണം. 1 മണിക്ക് വന്നിട്ട് 1:55 ട്രെയിൻ പിടിക്കാനുള്ള പെടാപ്പാടാണ് ഈ കാണുന്നതൊക്കെ. അതിൻ്റെ ഇടയിൽ എൻ്റെ വൈറ്റോട്ട് എന്തെങ്കിലും പോകാൻ വേണ്ടിയിട്ട് ഞാൻ സൈഡിൽ കൂടി അവിടെ കോഫി ഉണ്ടാക്കിയിരുന്നു. ഈ കോഫിയിൽ വേണമെന്ന് വീടെത്തണം വരെ എനിക്ക് പിടിച്ചിരിക്കാനും. സോ അതിൻ്റെ ഇടയിൽ ഞാൻ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മേക്കപ്പൊന്നുമില്ല, ജനറലാണ് പോകുന്നത്. എന്തിട്ടാലും അവിടേക്ക് എത്തുമ്പോൾ ഒന്നും ഉണ്ടാവില്ല എന്നറിയാം. അപ്പോൾ ഞാൻ തുടച്ച് കളയുന്നുണ്ട്. എനിക്ക് ഉറപ്പിയത് എനിക്ക് പ്രധാനപ്പെട്ട എന്തെങ്കിലും ഞാൻ മറക്കുന്നു. അതുപോലെ മറന്നിട്ടുണ്ട് കേട്ടോ. അത് വേറെ കാര്യം. ആദ്യമായിട്ടാണ് ഞാൻ 1 മാസത്തിൻ്റെ ശേഷമൊക്കെ വീട്ടിൽ പോകുന്നത്. സാധാരണ 1 ആഴ്ച 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് ഹായ് മമ്മി ഡാഡി എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരും. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ 1 മന്തോളം നിന്നിട്ടാണ് ഈ ലീവിന് പോകുന്നത്. സോ നമ്മൾ പോവുകയാണ് ഗൈസ്. ചാടിച്ചു കൊടുക്കാം. അപ്പുറത്തെ റൂമിൽ വേറെ ഒരാളെ ഞാൻ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. ആ നേരം കൂടി അതിൻ്റെ ബെഡും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാൻ കേട്ടോ. 2 ദിവസത്തിനാണ് പോകണമെങ്കിലും 1 മാസത്തെ പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കണ്ട. അതിനാണ് ഈ ബെഡൊക്കെ മടിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല ആക്ച്വലി. ഇത്രയും കാലത്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയാമെന്ന് കുട്ടിക്കോ. നമ്മൾ നാട്ടിലോട്ട് പോകുമ്പോൾ ഒരു ബാഗറ്റ് പോവുക, ആൻഡ് അതിൻ്റെ ഉള്ളിൽ വേറൊരു ബാഗും കൂടി കുത്തി നിറച്ച് പോവുക. ആൻഡ് നമുക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരാനുണ്ടാവും. അപ്പം നമുക്ക് 2 ബാഗായിട്ട് എടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ ചെറിയ ചെറിയ സ്മാർട്ട് വർക്ക് ചെയ്താൽ നമുക്ക് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിൻ്റെ ഇടയിൽ നമ്മൾ മാറ്റിലൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങാനായി. ആൻഡ് അതിൻ്റെ ഇടയിൽ ഒരു ക്യൂക്ക് ഫിറ്റ് ചെക്കൊന്നുമല്ല, അപ്പുറത്താളെ വെയിറ്റ് ചെയ്യണം. ഓളെ ഒരെങ്കിലും ഇങ്ങോട്ട് കയ്യണ്ടേ. ഓളെങ്കിലും കഴിയുമ്പോഴത്തേക്ക് ഇനി ട്രെയിൻ അടുത്ത വണ്ടിക്ക് പോകും. സോ ഗായ്സ് നമ്മൾ പോവുകയാണ്. എൻ്റെ ഇവിടെ ശ്രീപ്രിയ സിഎം ഉണ്ട്. ഇത് പിടി ലോജിലൊക്കെ വരാനുള്ളതാണ്. നമ്മൾ പോവുകയാണ്. പെട്ടെന്നുള്ളൊരു സഡനായിരുന്നു. നമ്മൾ 2:25 വിചാരിച്ചു, പക്ഷെ 1:55 പോകാൻ കഴിഞ്ഞു. അഫ്കോഴ്സ് നമ്മൾ ഏകദേശം ഓട്ടോ വിളിച്ചപ്പോൾ തന്നെ 1:10 ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടിയിൽ ഇരുന്നിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. പിന്നെ നല്ല അസല് മഴ ഉണ്ടായതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഭയങ്കര കൊളയിക്കണം. അങ്ങനെ ട്രാഫിക്കും മഴയും ബ്ലോക്കും ഒക്കെ കൂടി കഴിഞ്ഞിട്ട് നമ്മൾ എത്തിയപ്പോൾ ഒരു നേരം അയക്കണം. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഐഡിയ ആയി പോയി, അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി നേരെ ബാഗ് സീറ്റിൽ വെച്ച ശേഷം പിന്നെ പെട്ടെന്ന് പോയിട്ട് എന്തെങ്കിലും ഞം കഴിക്കാൻ വേണ്ടി വാങ്ങാമെന്ന് വിചാരിച്ചു. എന്തായാലും ട്രെയിനിൽ ഒരു 5-8 മണിക്കൂർ ഇരിക്കാണ്ടായതുകൊണ്ട് തന്നെ എന്തെങ്കിലും തിന്നാണ്ട് പറ്റൂല. അപ്പം അതിനാണ് പോയത്. അങ്ങനെ പിന്നെ കറക്റ്റ് ടൈമിന് ട്രെയിനിൽ കയറി ഡ്രൈവ് അതൊക്കെ എടുത്തു. ആൻഡ് നമ്മൾ 1:50 മാംഗ്ലൂർ ചെന്നൈ സൂപ്പർ ഫാസ്റ്റിലാണ് എടുത്തിരുന്നത്. പക്ഷെ ഇത് മെയിൽ എക്സ്പ്രസിനെ കാട്ടി കഷ്ടമായിരുന്നു. അവിടെ ഇവിടെയും ലാഗും കാര്യമായിട്ട് 1.5 മണിക്കൂർ ഡിലേ തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് സിനിമ ഒക്കെ കണ്ടിരുന്നു. പിന്നെ ഒരു 3-4 മണിക്കൂർ ഞങ്ങൾ വെറുതെ ഇരുന്ന ശേഷം പിന്നെ നോക്കിയപ്പോൾ നല്ല അസ്ലമായ കണ്ടപ്പോൾ പിന്നെ കുറച്ചൊന്നും എനർജി ആയി. അത് കഴിഞ്ഞ് കോഴിക്കോട് എത്തിയപ്പോൾ ശ്രീ പോയി. പിന്നെ ഞാൻ അങ്ങോട്ട് ഒറ്റയ്ക്ക്. ഞാൻ കോഴിക്കോട് മുതൽ ഭയങ്കര തിരക്കുമായിരുന്നു. കോഴിക്കോട്ടേക്ക് ഞാൻ തിരൂർക്ക് എത്താൻ തന്നെ എടുത്തുക്കണം 1 മണിക്കൂർ. അപ്പം തന്നെ നിങ്ങൾക്ക് ആലോചിക്കാം ആ സൂപ്പർ ഫാസ്റ്റിൻ്റെ വേഗത എത്രത്തോളാണെന്ന്. ജീവൻ മാത്രം തിരിച്ചിട്ടി എന്നുള്ള നിലയിൽ ഞാൻ നേരെ തിരൂർ വന്ന് ഇറങ്ങി. ആൻഡ് നേരം 6 മണിക്ക് എത്തേണ്ട ട്രെയിൻ ഒരു 7:30 ആയപ്പോഴാണ് എത്തിയത്. എനിവേസ് എത്തിയല്ലോ എന്നൊന്ന് സമാധാനിച്ച് നിന്നപ്പോൾ എന്നെ വിളിക്കാൻ എൻ്റെ അങ്കിൾ വന്നു. ഞാനും മൂപ്പരാൾ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലായതുകൊണ്ട് ഞാൻ പറഞ്ഞു അപ്പം തന്നെ ഒന്നും വരണം. അതുകൊണ്ട് അധികം ലാഗ് അടിപ്പിക്കാൻ ഞാൻ സമ്മതിച്ചില്ല. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. നല്ല മഴയായിരുന്നു പോകുമ്പോൾ. അപ്പോൾ പിന്നെ ബാക്കി പിന്നെ കാണാം.